ഇനി എങ്ങനെ ഒരു മാറ്റം വേണമെന്നാണ് ശ്വേത ആഗ്രഹിക്കുന്നത്? കാരണം 2 മാസത്തിനുള്ളിൽ ഒരു പുതിയ ഭരണസമിതി വരാൻ പോകുന്നു. അവിടെ നിന്ന് കുറെ സ്ത്രീകളെങ്കിലും പിണങ്ങി ഇറങ്ങി പോയിട്ടുണ്ട്. WCC രൂപീകരിച്ചിട്ടുണ്ട്. അവരൊക്കെ മടങ്ങി വരണമെന്ന് ശ്വേത ആഗ്രഹിക്കുന്നുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ എന്താ പറയാ WCCന്റെ രേവതി ചേച്ചി ഉണ്ടല്ലോ, ഇപ്പോഴും പത്മപ്രിയ ഉണ്ടല്ലോ. അപ്പൊ ഈ മാറി നിന്നിട്ട് കാര്യമില്ല, അവിടെ നിന്നിട്ടെങ്കിലും കുറച്ചുകൂടി. അപ്പൊ എന്നെ സംബന്ധിച്ച് രേവതി ചേച്ചിയും പത്മപ്രിയും നമ്മയിൽ നിന്നിട്ട് തന്നെ കുറെ കാര്യങ്ങൾ ചെയ്തു. യുനോ അങ്ങനെയാണ് ഞാൻ അതിന് നോക്കുക. പോയവർ മടങ്ങി വരണമെന്ന അഭിപ്രായമുണ്ടോ? നോക്കൂ, അതൊക്കെ എനിക്കറിയില്ല. അത് അവർക്ക് വരാനുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ഈ വാതിൽ തുറന്നു വെച്ചിട്ടുണ്ടല്ലോ. തറവാടല്ലേ. നമ്മുടെ ശ്വേത മേനോനും റിപ്പോർട്ടർ TV-യിലെ സ്മൃതിയും തമ്മിലുള്ളൊരു പൊരിഞ്ഞ അടി. റിപ്പോർട്ടർ TV-യിൽ ശ്വേതയെ ചാനൽ ചർച്ചയ്ക്കായിട്ട് വിളിച്ചിരുന്നു. ആദ്യം ചാനലിൽ നിന്നും ശ്വേതയെ വിളിച്ചിട്ട് അമ്മ സംഘടനയിലെ കൂട്ടരാജിയെക്കുറിച്ചിട്ട് ചോദിക്കുന്നു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, മോഹൻലാലിനെ പോലെ ഉള്ളവർ സംഘടന വിട്ടുപോയത് വലിയ വിഷമമായിരുന്നു എന്ന്. പുള്ളിക്കാരിക്ക് മോഹൻലാലിനെ വലിയ ഇഷ്ടമായിരുന്നു, പക്ഷേ യങ്സ്റ്റേഴ്സ് രംഗത്ത് വരട്ടെ എന്നും പുള്ളിക്കാരി പറഞ്ഞു. പിന്നെ സ്മൃതി പൃഥ്വിരാജിൻ്റെ വാർത്താ സമ്മേളനത്തെക്കുറിച്ചിട്ട് ചോദിക്കുന്നു. അപ്പോഴും ശ്വേത പറഞ്ഞു നല്ലത്, കാരണം പൃഥ്വി നല്ല നിലപാടുള്ള ആളല്ലേ എന്ന്. പൃഥ്വിരാജും പറഞ്ഞിരുന്നു ഒരുപാട് സ്ത്രീകൾ ഇനി അമ്മയിൽ വരട്ടെ എന്ന്. ശ്വേത ഇതിന് പരിപൂർണ പിന്തുണയാണ്. അപ്പോൾ സ്മൃതി മറ്റൊരു ചോദ്യം ശ്വേതയോട് ചോദിച്ചപ്പോൾ അവിടെയാണ് പ്രശ്നവും അടിപിടിയും ഒക്കെ തുടങ്ങുന്നത്. നമ്മൾക്കതൊന്ന് കണ്ടിട്ട് വരാം. ഇന്നലെ അടക്കം അമ്മയുടെ വാർത്താ സമ്മേളനമൊക്കെ ഉണ്ടായപ്പം അമ്മ ഇതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ പങ്കെടുത്ത നേരത്തെ പറഞ്ഞ പോലെ ചില സ്ത്രീകൾ തന്നെ ഇങ്ങനെ അതിനെ പ്രതികരിക്കുന്നതിൻ്റെ പേരിൽ അവസരം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളൊന്നും തന്നെ ഇല്ല, അല്ലെങ്കിൽ അതിനകത്ത് പറഞ്ഞേക്കണം ചില അനുഭവങ്ങളൊന്നും ഞങ്ങൾക്കുള്ളതായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അത് ശരിയാണോ ആ നിലപാടുകൾ? എനിക്ക് എൻ്റെ പറ്റി മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് സ്ത്രീകൾ ഫേസ് ചെയ്ത കുറേ പ്രോബ്ലംസും പേയ്മെൻറ്റ്സ് സമയത്ത് കിട്ടാത്തത്, പിന്നെ നമ്മൾ ചോദിക്കുമ്പോൾ അതെന്തോ വലിയൊരു നമ്മളെന്തോ കുറ്റം ചെയ്ത പോലെ, പിന്നെ സമയം ഇപ്പോൾ 7 മണിക്ക് ഷൂട്ടിംഗ് ആണെങ്കിൽ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ 4 മണിക്ക് നീക്കണം റെഡി ആയിട്ട് വരാൻ. അപ്പം അങ്ങനത്തെ, പിന്നെ നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷൻ നമുക്ക് നമ്മുടേതായ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് അങ്ങനെ. പോയ ആൾക്കാർ ഇനി അമ്മയിലേക്ക് തിരിച്ചു വരണോ എന്ന് സ്മൃതി ചോദിക്കുന്നു. അപ്പോൾ ശ്വേത അതിന് മറുപടി പറയുന്നത് രേവതി പോലെയുള്ളവരും പത്മപ്രിയ പോലെയുള്ളവരുമൊക്കെ WCCയിലും അമ്മയിലും 2 ഇടങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. അതുപോലെ 2 സ്ഥലത്തും ആൾക്കാർ പ്രവർത്തിക്കട്ടെ എന്ന് ശ്വേത പറയുന്നു. അപ്പോൾ വീണ്ടും സ്മൃതി ചോദിക്കുന്നു പോയവർ തിരിച്ച് വരണോ എന്ന രീതിയിൽ. അപ്പോഴും ശ്വേത പറയുന്നുണ്ട് അമ്മ എൻ്റെ തറവാടാണ് എന്നാണ്. കുറച്ച് ദിവസം മുമ്പ് ശ്വേത മേനോൻ ഇതിനെപ്പറ്റി പറഞ്ഞിരുന്ന ഒരു വാർത്ത നമ്മൾക്കൊന്ന് കണ്ടിട്ട് വരാം. തറവാട്ടിൽ ഒരു നടി ഒറ്റപ്പെട്ടിരുന്നു, ഓർമ്മയുണ്ടോ? അല്ല, മാമിനോട് ഞാൻ ഈ ഇന്റർവ്യൂവിൽ വന്നത്, ഇപ്പൊ നിങ്ങൾ വിളിച്ചത് നെഗറ്റീവ് ന്യൂസ് പബ്ലിസിറ്റി ചെയ്യാനല്ല ഞമ്മടെ വന്നത്. യുനോ, സോ നിങ്ങൾ എന്റെ തോട്ട് പ്രോസസ്സ് മനൂവർ ചെയ്യാതെ നിങ്ങൾ നെഗറ്റീവായിട്ട് എന്നോട് പറയാൻ സമ്മതിക്കരുത്. നിങ്ങൾ എന്നെ പ്രൊവോക്ക് ചെയ്യരുത്, ബിക്കോസ് പ്രൊവോക്ക് ചെയ്തിട്ട് ഒന്നും കിട്ടും. ഇതുകൂടി കേട്ടിട്ട് സ്മൃതി നല്ല ചൊറിയുന്ന രീതിയിൽ തന്നെ ശ്വേതയോട് ചോദ്യങ്ങൾ ചോദിക്കുവാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായി വരികയാണ്. നമ്മൾക്ക് കുറച്ചുകൂടി കണ്ടിട്ട് തിരിച്ചു വരാം. ശ്വേത, ഞാൻ പ്രൊവോക്ക് ചെയ്യല്ല, ഇങ്ങനെ ഒരു മാറ്റത്തിലേക്ക് എത്തിയിരിക്കുന്നത് ആ സംഭവമാണല്ലോ, അതിന്റെ തുടർച്ചയാണല്ലോ ഇപ്പോൾ ഈ രാജിയിലേക്കൊക്കെ എത്തിയത്. ഹലോ, നിങ്ങൾ ഇതേ മീഡിയ ആൾക്കാരല്ലേ? ഞാൻ കുറെ എന്താ പറയാ കംപ്ലൈന്റ് കൊണ്ടുവന്ന് വന്നപ്പോ നിങ്ങൾ എത്ര കാര്യം നിങ്ങൾ ആസ് എ ലേഡി യു ആർ സിറ്റിംഗ് ദേർ ആൻഡ് യു ആർ മേക്കിംഗ് ഫൺ ഓഫ് വിമൻ. അതാണ് ഏറ്റവും വലിയ കാര്യം. മനസ്സിലായില്ല, ഏത് സംഭവത്തിലാണ് അങ്ങനെ പറയുന്നത്? ആർക്കെതിരെ പറഞ്ഞേ? നിങ്ങൾ എന്തിനാ ആക്കി സംസാരിക്കുന്നത്? ആരെയാണ് ആക്കി സംസാരിച്ചത് ശ്വേത? ഇപ്പൊ എന്നോടിപ്പോ സംസാരിച്ചു നിങ്ങള്. ചോദ്യം ശ്വേതയ്ക്ക് മനസ്സിലാവാത്തതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ശ്വേതയോട് ചോദിച്ചത് ആദ്യം നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷമാണ്, അതിന്റെ തുടർച്ചയാണ് WCC ഉണ്ടാകുന്നതും ഹേമ കമ്മിറ്റി ഉണ്ടാകുന്നതും ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഉണ്ടാകുന്നതും അതിനുശേഷം ഈ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നതും. അതിനുശേഷമാണല്ലോ ഇപ്പോൾ ഈ രാജിയിലേക്ക് നയിച്ചിരിക്കുന്നത്. ആ കാര്യങ്ങൾ പറയരുതെന്ന് എങ്ങനെയാ ശ്വേത പറയുക? അല്ല, ഒരു മിനിറ്റ്. അതിന്റെ മുമ്പേ ഒരു പെണ്ണും മുന്നോട്ട് വന്നിട്ട് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടല്ലോ. എന്തിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തത് 2017 വരെ? ഞാൻ അതാ പറയുന്നത്. പുറത്തേക്ക് വന്ന വിവരങ്ങളെല്ലാം ആ ഘട്ടത്തിൽ എല്ലാ മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട്. ശ്വേത പറഞ്ഞു വരുന്നത് മാധ്യമങ്ങൾ കൊടുത്തില്ല എന്നാണോ? എന്താണ് മനസ്സിലാകുന്നില്ല.
വാർത്തയാകാറുണ്ട്. ഞാൻ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാണ് മാം, ഞാൻ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാണ്. ശ്വേതയുടെ എക്സ്പീരിയൻസ്, ശ്വേത അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ട് മാധ്യമങ്ങൾ അത് കൊടുക്കാതിരുന്നോ? എപ്പോഴെങ്കിലും അങ്ങനെ സംഭവിച്ചോ? കളിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇരുന്ന് ഡിബേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എത്ര എന്റെ ഏത് മറ്റേ എന്താ പറയാ ഹൗ ലോ ഐ ആം ആൻഡ് എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ശ്വേത മേനോൻ, ക്ഷമിക്കണം ശ്വേത, ഒരു ഘട്ടത്തിൽ പോലും ഞാൻ എന്ന വ്യക്തിക്ക് പറയാൻ പറ്റും, ഒരു ഘട്ടത്തിൽ പോലും ശ്വേതയ്ക്കുണ്ടായ സംഭവം ഇല്ലില്ല, ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്നുണ്ടായ ദുരനുഭവം അത് ശ്വേതയ്ക്ക് ഒപ്പം നിന്നിട്ടാണ് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. ആ ഘട്ടത്തിൽ ശ്വേതയെ ഇല്ലില്ല ക്യാരക്ടർ അസാസിനേഷൻ ഒന്നും ഇവിടെ ഒരു മാധ്യമവും ശ്രമിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം ചാനലുകളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ചൂടുള്ള ചർച്ചകളും ഒക്കെയും നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഓരോ ദിവസങ്ങളിലും ഓരോരോ പുതിയ ആരോപണങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ശ്വേത ഒരു കാര്യം പറയുന്നത് കുറച്ച് വർഷം മുമ്പ് നടന്ന ഒരു പ്രശ്നത്തിനെ കുറിച്ചാണ്. അപ്പോൾ ശ്വേതയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ നിങ്ങളാരും കൂടെ നിന്നില്ല എന്നാണ് ശ്വേത പറയുന്നത്. എന്താണ് നടന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ 10 വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും ശ്വേതയുടെ രതി നിർവേദം, അതൊരു A സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ്. അത് പുറത്തു വന്ന കാലഘട്ടങ്ങളിൽ നടന്ന സംഭവമാണിത്. അപ്പോൾ ആ കാലം ശ്വേത ഒരു വള്ളം കളിയുടെ ഉദ്ഘാടനത്തിന് പോകുവാനായിട്ട് ഇടയായി. അപ്പോൾ അന്നൊക്കെ ആളുകൾ ശ്വേതയെ വേറൊരു രീതിയിലാണ് കണ്ടുകൊണ്ടിരുന്നെങ്കിലും സിനിമ വന്ന കാലവുമായിരുന്നു. അപ്പോൾ ആളുകൾ അന്ന് വള്ളംകളിയുടെ ആ ഉദ്ഘാടനത്തിന് ശ്വേത വന്നപ്പോഴേക്കും ഒരു പീതാംബര കുറിപ്പ് എന്ന് പറഞ്ഞ പുള്ളി ശ്വേതയെ കയറി പിടിക്കുകയുണ്ടായി. അന്ന് അതൊരു വലിയ വാർത്തയാവുകയും ചെയ്തു. ശേഷം നമുക്ക് ബാക്കി കണ്ടിട്ട് വരാം. പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവത്തിനെത്തിയ തന്നെ പീതാംബരക്കുറുപ്പ് MP പരിപാടിയിലുടനീളം അപമാനിച്ചതായാണ് മൊഴിയിൽ പറയുന്നത്. വൈകിട്ട് 3:15 പരിപാടി നടക്കുന്ന സ്ഥലത്തെത്തി. കാറിൽ നിന്നിറങ്ങിയ സമയത്ത് തന്നെ പീതാംബരക്കുറുപ്പ് MP കയ്യിൽ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. മുന്നോട്ട് നടന്നപ്പോൾ അദ്ദേഹം കയ്യിൽ പിടിച്ച് നടക്കുവാൻ ആവശ്യപ്പെട്ടു. വേദിയിലെത്തിയപ്പോഴും MP കയ്യിൽ പിടിച്ചിരുന്നതായും മൊഴിയിൽ പറയുന്നു. പ്രസംഗിക്കാനായി മൈക്കിന് മുന്നിലേക്ക് നീങ്ങിയപ്പോഴാണ് താൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് MP പിടിവിട്ടത്. പ്രസംഗിക്കുന്ന സമയത്ത് MP ദേഹത്ത് അസഹ്യമാവിധം സ്പർശിച്ചിരുന്നതായും തോളുകൊണ്ട് ഉരസിയതായും മൊഴിയിൽ പറയുന്നു. അനുവാദമില്ലാതെ സ്പർശിച്ചത് കടുത്ത അപമാനമുണ്ടാക്കി. സ്വർണ്ണ നിറത്തിലുള്ള ഷാൾ ധരിച്ചയാളും തന്നെ സ്പർശിച്ചു. പരിപാടി മുടങ്ങേണ്ടെന്ന് കരുതിയാണ് പ്രശ്നമുണ്ടാക്കാതിരുന്നത്. എന്നാൽ കൊല്ലം ജില്ലാ കളക്ടർ P മോഹനനെ കുറിച്ച് മൊഴിയിൽ പരാമർശമൊന്നുമില്ല എന്നത് ശ്രദ്ധേയമായി. മീഡിയ വലിയ സങ്കടം, എന്താ പറയാ, എനിക്ക് അപമാനിപ്പെട്ട് തോന്നുന്നത് ഇന്നലെ ഞാൻ കളക്ടർ സാറിൻ്റെ അടുത്ത് സംസാരിച്ച് സാർ എന്നോട് ഒരു എന്താ പറയുക ഒരു 10 പ്രാവശ്യം സോറി പറഞ്ഞു കഴിഞ്ഞിട്ട് രാത്രി മീഡിയ സംസാരിച്ചപ്പോൾ അങ്ങനെ ഞാൻ ശ്വേതാ മേനൻ്റെ അടുത്ത് സംസാരിച്ചിട്ടേ ഇല്ല. ഇങ്ങനെ ഒരു റൂമർ കേട്ടു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. അല്ലാതെ പക്ഷേ അവർ വന്നിട്ട് വേദിയിൽ ചിരിച്ചും കളിച്ചും പാട്ട് പാടിയിട്ട് പോയി. ഞാൻ എൻ്റെ എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ഞാൻ അപ്പോൾ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇന്ന് ഇവിടെ നിന്നിട്ട് സംസാരിക്കാനുള്ള ഒരു ഇതുമില്ല. ബട്ട് ഐ എം ഫീലിംഗ് വെരി ഹേർട്ട് ആസ് എ വുമൻ. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതാണ് കംപ്ലൈന്റ്. ഞങ്ങൾ അദ്ദേഹത്തിനെ വിളിച്ച് ഇമ്മീഡിയറ്റ്ലി കൊടുക്കണം എന്ന് വെച്ചിട്ടാണ്. പക്ഷെ ഈ കണ്ടീഷനിലാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാനത്. അപ്പോൾ ഇന്ന് രംഗങ്ങളൊക്കെ മാറി, ഇന്നത്തെ സാഹചര്യവും മാറി. പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഓരോരോ ദിവസങ്ങളും വലിയ വലിയ താരങ്ങൾക്ക് എതിരെ പോലും ഉയർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ചർച്ചകൾ മുറക്കി നടക്കുന്നുമുണ്ട്. അപ്പോൾ പലതരം ചർച്ചകളും വാർത്താ വിഷയങ്ങളൊക്കെ പുറത്ത് വരുന്നത് കൊണ്ട് ഇതിന് നിയമ നടപടികളൊക്കെ എടുക്കുന്നൊരു സാഹചര്യം വരെ ഇന്ന് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കാരണം വന്നിട്ട് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് തന്നെയാണ്. അതിന് ശേഷമാണ് ഇതിൽ വലിയൊരു മാറ്റം വരുന്നതും ഒരുപാട് ആരോപണങ്ങൾ ഓരോരോ ദിവസം പുറത്തു വരുന്നതും അതുപോലെ അമ്മ സംഘടനയിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളും പല കാര്യങ്ങളും ഓരോ ദിവസവും നടക്കുന്ന വാർത്തയാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അന്വേഷണങ്ങൾ അതിൻ്റെ മുറയ്ക്ക് നടക്കട്ടെ. ഒരു ദിവസം സത്യം എന്തായാലും പുറത്തു വരിക തന്നെ ചെയ്യും. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഓരോരോ വിഷയങ്ങൾ ഇങ്ങനെ നടക്കുന്നത് ഷെയർ ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രസക്തിയെ കരുതിയിട്ടാണ് ഈ വീഡിയോ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ഒരു പ്രധാനപ്പെട്ട വാർത്തയുമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.